ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് ഒരു പാർട്ടി ഗ്ലോ അപ്പ് ആണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫേസ് ടാനൊക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ടും നല്ല ഹെൽത്തി ലുക്കായിട്ടിരിക്കാനൊക്കെ നമുക്കൊരു ഒരാഴ്ച മുമ്പ് തയ്യാറെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുട്ടി സ്കിൻ കെയർ റുട്ടീനാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതായത് പാർട്ടിക്കോ ഫംഗ്ഷനോ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിറ്റി ടാബിൽ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്, ഇങ്ങനെ പാർട്ടിക്കൊക്കെ അതായത് ഫംഗ്ഷനൊക്കെ പോണേ മുമ്പ് നമുക്കൊന്ന് സ്കിന്നിനെ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിത് കാണാൻ പോണത്. വളരെ കുട്ടി കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആഴ്ചയിലൊരു 4 തവണയെങ്കിലും ചെയ്യണം കേട്ടോ. നമുക്കിപ്പോൾ ഒരു അടുത്ത ആഴ്ചയാണ് ഒരു പരിപാടി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നത്തെ ആഴ്ച ഒരു ഒന്നിടവിട്ട ദിവസങ്ങളായിട്ട് ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ടത് റൈസ് പൗഡറാണ്, അതായത് അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ചെറിയ സാഷയൊക്കെ ആയിട്ട് കിട്ടും, ചെറിയ പാക്കറ്റായിട്ടൊക്കെ. അപ്പോൾ അതായാലും മതി. 10 രൂപയുടെ അടുത്തൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫിക്ക്. അപ്പോൾ അതൊരു സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ്. മിൽക്ക് അതായത് പച്ചപ്പാല്. അത് നമുക്ക് ഇതിലിപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ലെമൺ ആണ്, അതായത് ലെമൺ ജ്യൂസ്. അത് നമുക്ക് ഒരു 2 സ്പൂൺ വേണം. അപ്പോൾ അതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് നമുക്ക് ലെമൺ എടുക്കാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം റെഡിയാക്കിയാൽ നമുക്ക് ആഴ്ചയിലൊരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു 4 ദിവസമൊക്കെ ചെയ്യാനുള്ള മിക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇതൊരു കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ലെമൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ തേനാണ് വേണ്ടത് കേട്ടോ. തേൻ മാത്രം 2 സ്പൂൺ, ബാക്കിയൊക്കെ 1 സ്പൂൺ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നമുക്കിങ്ങനെ ഒരു വെള്ളം മാതിരിയാണ് ഇരിക്കുക, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കുറച്ച് കട്ടയാവും കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അന്നാന്ന് റെഡിയാക്കിയാലും മതി. അപ്പോൾ ഇത് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരടുപ്പിച്ചൊരു 4 ദിവസമൊക്കെ ചെയ്യാം. അടുപ്പിച്ച് മീൻസ് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വേണ്ട, മറ്റന്നാൾ അങ്ങനെ ഒരു 4 ദിവസം ഒരാഴ്ചയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിൽ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പോൾ അടുത്ത ആഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ആഴ്ച 4 ദിവസം ചെയ്തിട്ട് അവസാന ദിവസം ചെയ്യണതിൻ്റെ അന്ന് നമുക്ക് നമ്മുടെ ഫേസിലത്തെ ഹെയറും കൂടി റിമൂവ് ചെയ്യാം. അതായത് ഫംഗ്ഷൻ ഒരു 2-3 ദിവസം മുമ്പെങ്കിലും ഫേസിലത്തെ ഒരു 2 ദിവസം മുമ്പെങ്കിലും ഫേസിലത്തെ ഹെയർ എടുത്താലാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഹെയർ റിമൂവ് ചെയ്ത ഒരു പ്രതീതി നമ്മുടെ ഫേസിലുണ്ടാവും. അതായത് എന്തോ ഒരു അപാകത മാതിരി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ഉണങ്ങിയിട്ട് നോക്കാം. ഉണങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം അറിയാലോ, ആ ഒരു തേനിൻ്റെ ഒരു ചെറിയ ഒരു ഗ്ലോയിനെസ് ഫേസിൽ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു തിളക്കം. അതിന് ശേഷം നമുക്ക് സാധാരണ നോർമലായിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരാഴ്ച മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ്ങും നല്ല ബ്രൈറ്റനിങ്ങും ടാനൊക്കെ മാറി നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിത് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് നമ്മൾ ഫേസിൽ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ ഞാൻ ചെയ്യുന്നത് അലോവേര ജെൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസിലത്തെ ഹെയർ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ അത്ര ഹെയർ കുറവാണ് വരുന്നത്. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഹോർമോൺ ചേഞ്ചസ് ആണോ എന്ന് അറിയില്ല, നിങ്ങൾക്ക് നോക്കി അറിയാം. അധികം ഹെയറൊന്നും ഇല്ല, ഉള്ളത് അത് നമ്മുടെ ലിപ്സിൻ്റെ മുകളിലാണ് കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഫേസിൽ ഹെയർ അധികം ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് റിമൂവ് ആക്കുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ
ഈ ഒരു ഫേഷ്യൽ റൈസർ ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്ന. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്ന് മാത്രം. ഞാൻ ഉപയോഗിക്കുന്നത് കാമസിയുടെ ആണ്. ഇത് കണ്ടപ്പോൾ എടുത്തു ഒന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫേസിലത്തെ ഹെയർ റിമൂവ് ചെയ്യാം. അപ്പോൾ 2 ദിവസം മുന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അപാകത നമുക്ക് ഒഴിവാകും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി അലോവേര ഇട്ടിട്ട് ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ഫീൽ ആയിരിക്കും. അതേപോലെ പിന്നെ നമ്മളിതിൽ ചെയ്തതിന് ശേഷം വേറെ ഫേസ് പാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യരുത്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിൻ്റെ ആ ഒരു മോയ്സ്ചറിങ് നിലനിർത്താൻ ശ്രമിക്കുക കേട്ടോ. അതായത് നല്ലോണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് സ്കിന്നിനെ നല്ലൊരു സോഫ്റ്റ് തന്നെ അതേപോലെ സപ്പിളാക്കി വെക്കുക. നമ്മൾ നിലാസ് ഹെർബ്സിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് മോയ്സ്ചറിങ് ലോക്കാക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കിന്ന് ഡാമേജ് ആവും. ഈ റേസർ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളിതിൽ ഫേസ് പാക്കും കാര്യങ്ങളും ഇടരുത് കേട്ടോ, മുന്നേ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ദേ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തു. നമ്മുടെ സ്കിന്ന് നല്ലൊരു എന്താ പറയുക, നമ്മളൊരു ഫങ്ഷനൊക്കെ ഒരുങ്ങണേ മുമ്പ് നല്ല രീതിക്ക് നീറ്റ് ആൻഡ് അതേപോലെ ഗ്ലോയിങ് അതേപോലെ ബ്രൈറ്റനിങ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ഡൾനെസ്, നമ്മൾ ഫസ്റ്റത്തെ ആ ഡൾനെസ് ഒക്കെ പോയി. പിന്നെ നമ്മളിത് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മുന്നത്തെ ആഴ്ച ഒരു 4 ദിവസം അടുപ്പിച്ച് ചെയ്യണം, എന്നാലാണ് കിട്ടുക കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുട്ടി കാര്യമാണ്. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് ഒരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ലൊരു ഗ്ലോയിങ്ങും എന്നാൽ ഭയങ്കര ന്യൂഡായിട്ടുള്ള ഒരു ലുക്കാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വളരെ ന്യൂഡായിട്ടുള്ളതാണ്. ഒരു കുട്ടി ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു പാർട്ടി പരിപാടിക്കൊക്കെ വേണ്ടി ഒരുങ്ങിയതല്ല. അപ്പോൾ എന്തായാലും ഒരു കുട്ടി മേക്കപ്പ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാഴ്ച മുമ്പ് ആഴ്ചയിൽ ഒരു 1 ഇടവിട്ട ദിവസങ്ങളിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമ്മൾ പിന്നെ ഫംഗ്ഷൻ്റെ, അതായത് ഈ ഫംഗ്ഷനൊക്കെ ഒരു 2 ദിവസം മുമ്പെങ്കിലും നമ്മുടെ ഫേഷ്യൽ ഹെയർ എടുക്കണം. അല്ലെങ്കിൽ നമുക്കൊരു അപാകത തോന്നും ഫേസിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു അവസാനത്തെ ഈ ഒരു ഫേസിൽ ഈ ഒരു പാക്ക് ഇട്ടിട്ട് അവസാനത്തെ ദിവസം നമ്മളത് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ ബാക്കി നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.